നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. തിരഞ്ഞെടുപ്പ് ചട്ടം ഭേദഗതി ചെയ്തത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയിൽ നോട്ടീസ് അയച്ചു. കോൺഗ്രസ് നേതാവും രാജ്യസഭാംഗവുമായ ജയറാം രമേശ് സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് PV സഞ്ജയ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നടപടി. മാർച്ച് 15 സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജയറാം രമേശിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയുടെ ആവശ്യപ്രകാരമാണ് സത്യവാങ്മൂലം ഫയൽ ചെയ്യാനുള്ള തീയതി കോടതി നിർദ്ദേശിച്ചത്. പോളിംഗ് ബൂത്തിലെ CCTV ക്യാമറകൾ, വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ, സ്ഥാനാർത്ഥികളുടെ വീഡിയോ റെക്കോർഡിംഗുകൾ തുടങ്ങിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് രേഖകൾ പൊതുജനങ്ങൾ പരിശോധിക്കുന്നത് തടയാനാണ് തെരഞ്ഞെടുപ്പ് ചട്ടം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തത്. രേഖകളുടെ ദുരുപയോഗം തടയാനും വോട്ടർമാരുടെ സ്വകാര്യത സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടാണ് നടപടിയെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം.